സംഖ്യ 28 അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾചെയ്തു: നീ ഇസ്രായേല്യരോട് കൽപ്പിച്ചു പറയുക, എൻ്റെ കാണിക്കയായ അപ്പം സുരഭില പരിമളമായി അഗ്നിയിലുള്ള അർപ്പണമായി യഥാസമയം എനിക്ക് അർപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നീ അവരോട് പറയണം, ഇതാണ് നിങ്ങൾ കർത്താവിന് നൽകേണ്ട അഗ്നിയിലുള്ള അർപ്പണം. പതിവുള്ള അനുദിന ഹോമയാഗമായി 1 വയസ്സുള്ള തികവുറ്റ 2 ആൺചെമ്മരിയാടുകൾ. ഒരു ആൺചെമ്മരിയാടിനെ നിങ്ങൾ രാവിലെ അർപ്പിക്കണം. രണ്ടാമത്തെ ആൺചെമ്മരിയാടിനെ സായം സന്ധ്യയിൽ അർപ്പിക്കണം. ധാന്യയാഗമായി 1/4 ഹിൻ ആട്ടിയ എണ്ണ ചേർത്ത 10 എഫാ നേരിയ മാവും വേണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമായി ആയിരുന്നല്ലോ സീനായ് മലയിൽ വിഭാവനം ചെയ്യപ്പെട്ട അനുദിന ഹോമയാഗം. ഒരു ചെമ്മരിയാടിന് അതിൻ്റെ പാനീയാർപ്പണം 1/4 ഹിൻ ആണ്. കർത്താവിനുള്ള ലഹരിപാനീയത്തിൻ്റെ പാനീയാർപ്പണം വിശുദ്ധസ്ഥലത്ത് നീ ഒഴിക്കുക. രണ്ടാമത്തെ ചെമ്മരിയാടിനെ സായം സന്ധ്യയിൽ അർപ്പിക്കണം. രാവിലത്തെ ധാന്യയാഗം പോലെയും അതിൻ്റെ പാനീയാർപ്പണം പോലെയുമാണ് കർത്താവിനുള്ള അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം നീ സമർപ്പിക്കേണ്ടത്. സാബത്ത് ദിവസം 1 വയസ്സുള്ള തികവുറ്റ 2 ആൺചെമ്മരിയാടുകളും ധാന്യയാഗമായി എണ്ണ ചേർത്ത 2 ഇസ്രോൻ നേരിയ മാവും അതിൻ്റെ പാനീയയാഗവും ഉണ്ടായിരിക്കണം. അനുദിന ഹോമയാഗത്തിനും അതിൻ്റെ പാനീയ സമർപ്പണത്തിനും പുറമെയാണ് ഓരോ സാബത്തിലുമുള്ള സാബത്ത് ഹോമയാഗം. നിങ്ങളുടെ അമാവാസികളിൽ കർത്താവിന് ഹോമയാഗമായി 2 മൂരിക്കിടാങ്ങൾ, 1 മുട്ടാട്, 1 വയസ്സുള്ള തികവുറ്റ 7 ആൺചെമ്മരിയാടുകൾ എന്നിവ നിങ്ങൾ അർപ്പിക്കണം. മൂരിയൊന്നിന് ധാന്യയാഗമായി എണ്ണ ചേർത്ത 3 ഇസ്രോൻ നേരിയ മാവും, മുട്ടാടൊന്നിന് ധാന്യയാഗമായി എണ്ണ ചേർത്ത 2 ഇസ്രോൻ നേരിയ മാവും, ആൺചെമ്മരിയാടൊന്നിന് ധാന്യയാഗമായി എണ്ണ ചേർത്ത 1 ഇസ്രോൻ വീതം നേരിയ മാവും വേണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമായ ഹോമയാഗം മൂരിക്ക് 1/2 ഹിൻ, മുട്ടാടിന് 1/3 ഹിൻ, ആൺചെമ്മരിയാടിന് 4/1 ഹിൻ എന്നിങ്ങനെ ആയിരിക്കണം അവയുടെ പാനീയ ബലിക്കായുള്ള വീഞ്ഞ്. വർഷത്തിൻ്റെ മാസങ്ങൾക്കുള്ള പ്രതിമാസ ഹോമയാഗമാണിത്. അനുദിന ഹോമയാഗത്തിനും അതിൻ്റെ പാനീയാർപ്പണത്തിനും പുറമെ കർത്താവിനുള്ള പാപമുക്തിയാഗമായി 1 കോലാട്ടിൻമുട്ടൻ അർപ്പിക്കപ്പെടണം. ആദ്യ മാസത്തിൽ മാസത്തിൻ്റെ 14-ാം ദിവസത്തിലാണ് കർത്താവിൻ്റെ പെസഹ. ആ മാസത്തിൻ്റെ 15-ാം ദിവസം ഉത്സവമാണ്. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം നിങ്ങൾ ഭക്ഷിക്കണം. 1-ാം ദിവസം വിശുദ്ധസ്ഥലത്തെ സമ്മേളനം ഉണ്ടായിരിക്കണം. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണം 2 മൂരിക്കിടാങ്ങളെയും 1 മുട്ടാടിനെയും ഹോമയാഗമായി കൊണ്ടുവരണം. 1 വയസ്സുള്ള തികവുറ്റ 7 ആൺചെമ്മരിയാടുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അവയുടെ ധാന്യയാഗമായി മൂരിയൊന്നിന് എണ്ണ ചേർത്ത നേരിയ മാവ് 3 ഇസറോൻ, മുട്ടാടൊന്നിന് 2 ഇസറോൻ, ആൺചെമ്മരിയാടൊന്നിന് 7 ആൺചെമ്മരിയാടുകൾ 1 ഇസറോൻ എന്നിവയും നിങ്ങളെപ്രതി പരിഹാരം ചെയ്യാൻ പാപമുക്തിയാഗത്തിനുള്ള 1 മുട്ടാടും അനുദിന ഹോമയാഗത്തിനുള്ള പ്രഭാത ഹോമയാഗത്തിനു പുറമെ നിങ്ങൾ അർപ്പിക്കണം. ഓരോ ദിവസവും ഇതുപോലെ തന്നെ കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളത്തിൻ്റെ ഭോജനാർപ്പണം 7 ദിവസത്തേക്ക് നിങ്ങൾ നടത്തണം. അനുദിന ഹോമയാഗത്തിനു പുറമെ അതിൻ്റെ പാനീയാർപ്പണവും നേദിക്കപ്പെടേണ്ടതാണ്. 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധസ്ഥലത്തെ സമ്മേളനം ഉണ്ടായിരിക്കണം. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. ആദ്യ ഫലങ്ങളുടെ ദിവസം നിങ്ങളുടെ ആഴ്ചകളുടെ തിരുനാളിൽ കർത്താവിന് നിങ്ങൾ പുതുധാന്യയാഗം സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വിശുദ്ധസ്ഥലത്തെ സമ്മേളനം ഉണ്ടായിരിക്കണം. ദാസവേലയൊന്നും നിങ്ങൾ ചെയ്യരുത്. കർത്താവിന് സുരഭില പരിമളത്തിനുള്ള ഹോമയാഗമായി 2 മൂരിക്കിടാങ്ങളെയും 1 മുട്ടാടിനെയും 1 വയസ്സുള്ള 7 ആൺചെമ്മരിയാടുകളെയും നിങ്ങൾ കാഴ്ചവെക്കണം. അവയുടെ ധാന്യയാഗമായി മൂരിയൊന്നിന് എണ്ണ ചേർത്ത നേരിയ മാവ് 3 ഇസറോൻ, മുട്ടാടൊന്നിന് 2 ഇസറോൻ, ആൺചെമ്മരിയാടൊന്നിന് 7 ആൺചെമ്മരിയാടുകൾ 1 ഇസറോൻ എന്നിവയും നിങ്ങളെപ്രതി പരിഹാരം ചെയ്യാൻ 1 കോലാട്ടിൻമുട്ടനും വേണം. അവ നിങ്ങൾക്ക് തികവുറ്റതായിരിക്കണം. അനുദിന ഹോമയാഗത്തിനും അതിൻ്റെ ധാന്യയാഗത്തിനും പുറമെ
അവയുടെ പാനീയാർപ്പണവും നിങ്ങൾ നേദിക്കണം.